കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് PSC റാങ്ക് ലിസ്റ്റില് ഒന്നാം റാങ്ക് നേടിയിട്ടും ജോലി കിട്ടാതെ പോയ ഒരു വ്യക്തിയുടെ വാർത്ത മാധ്യമങ്ങളിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന് തന്നെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് PSC പഠിച്ചിട്ട് ഒരു വിധത്തിലുള്ള കാര്യമില്ല, ഒന്നാം റാങ്കുകാരിക്ക് പോലും ജോലി കിട്ടുന്നില്ല, പിന്നെയാണ് മറ്റുള്ളവർക്ക്. ഇവിടെ എല്ലാം തന്നെ പിൻവാതിൽ നിയമനങ്ങളാണ്, ഇവിടെയെല്ലാം താൽക്കാലിക നിയമനങ്ങളാണ്. മറ്റെന്തെങ്കിലും പഠിക്കുന്നതാണ് നല്ലത്, മറ്റെന്തെങ്കിലും കോഴ്സിന് പോകുന്നതാണ് നല്ലത്, മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകുന്നതാണ് നല്ലത് എന്നിങ്ങനെയുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേസമയം ഇതെല്ലാം തന്നെ കള്ളപ്രചാരണങ്ങളാണ് എന്ന് പറഞ്ഞവരിവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണുന്ന ഒരു ശരാശരി PSC ഉദ്യോഗാർത്ഥിയുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുക. അവർക്ക് എത്രത്തോളം ടെൻഷൻ, ആൻസൈറ്റി ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അവർക്ക് അവരുടെ പ്രിപ്പറേഷനിലെ ക്ലാരിറ്റി നഷ്ടപ്പെടുകയാണ്. പഠിച്ചാലും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ? നമ്മുടെ പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യമാണ് ക്ലാരിറ്റി എന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളെ ബ്രെയിന് ക്ലാരിറ്റി കൊടുക്കുമ്പോഴാണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ലിബറേറ്റ് ബാച്ചിലാണെങ്കിലും 90 ഡേയ്സ് ബാച്ചിലാണെങ്കിലും ഓരോ ദിവസവും പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നൽകി അതിനുള്ള സെഷൻസും നോട്ട്സും നൽകി അവർക്ക് പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. ഒരു പ്രോപ്പർ ടൈം ലൈനിൽ ഇപ്പോ ലിബറേറ്റ് ബാച്ചിന്റെ പോർഷൻസ് എല്ലാം തന്നെ കഴിയാറായിട്ടുണ്ട്. ഈ ദിവസങ്ങളിലായിട്ട് പലരിൽ നിന്നും എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ സത്യമാണോ, ശരിക്കും ജോലി കിട്ടുമോ? കാരണം PSC പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ തന്നെ കുറേയധികം കുറ്റപ്പെടുത്തലുകൾക്ക് വിധേയരാകുന്നുണ്ട്, പ്രത്യേകിച്ച് വീട്ടമ്മമാരാണെങ്കിൽ അല്ലെ. പഠിച്ച് തുടങ്ങുമ്പോ തന്നെ കുറ്റമാണ്, പിന്നെ ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ വന്ന് പറയും ഇവിടെ ഒന്നാം റാങ്കുകാരിക്ക് പോലും ജോലിയില്ല, പിന്നെയാണ് ഇവിടുത്തെ പണിയൊക്കെ എടുത്തിട്ട് ജോലി വാങ്ങിക്കാൻ പോണേ, ഇവർക്ക് മര്യാദയ്ക്ക് ഇവിടുത്തെ കുട്ടികളെയും പാചകമൊക്കെ നോക്കി ജീവിച്ചാൽ പോരെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരണം, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ ആസ്പിറൻസിന് നൽകണം എന്നുള്ള രീതിയിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇവിടെ PSCയെ പറ്റി 4ഉം 5ഉം വീഡിയോ ഒരു ദിവസം ചെയ്യുന്നവർ പോലും ഇതിനെപ്പറ്റി പറയുന്നില്ല. കാരണം ഇതിലെ പല നഗ്ന സത്യങ്ങളും പുറത്തു വരും എന്നുള്ളത് കൊണ്ടും അവരുടെ ബിസിനസ്സിനെ ഇത് ബാധിക്കും എന്നുള്ളത് കൊണ്ടുമായിരിക്കാം. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാം എന്താണ് ഇവിടുത്തെ റിയാലിറ്റി. നമ്മൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഒന്നാം റാങ്ക് നേടിയിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥ വരുമോ എന്നുള്ള കാര്യം. എല്ലാവർക്കും നമസ്കാരം, പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഈ ഒരു വാർത്തയിൽ വന്ന വ്യക്തിയുടെ വിഷയത്തിലേക്ക് വരുമ്പോ ആ വാർത്തയിൽ തന്നെ അവർ പറയുന്നുണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് അവര് അപേക്ഷിച്ചതെന്ന്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഉറുദു എന്നുള്ളത് ഒരു പ്രത്യേക ഭാഷയ്ക്കായിട്ടുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് നിയമനങ്ങൾ വരുന്ന ഒരു പോസ്റ്റാണ്. അത് മാത്രമല്ല ഇതിനിടയിൽ തന്നെ 16 അവർ ലിമിറ്റ് എന്നുള്ള UGCയുടേതായിട്ടുള്ള റെഗുലേഷനും ഈ ഒരു പോസ്റ്റിനെ ബാധിച്ചു എന്നവർ പറയുന്നുണ്ട്. ഇവിടെ സർക്കാരിന്റെ പ്രത്യേകമായ ഇടപെടൽ അനിവാര്യമായിരുന്നു, പ്രത്യേകമായ ഇടപെടൽ ആവശ്യമായി വന്നത് ഇതുപോലുള്ളൊരു പോസ്റ്റ് ആയതുകൊണ്ടാണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. മന്ത്രിമാരുടെ PAമാരുടെ പെൻഷൻ ഉറപ്പാക്കാനായിട്ട് നല്ല രീതിയിൽ ഇടപെടുന്ന സർക്കാർ തന്നെ ഇവിടെ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തല മുണ്ടനം ചെയ്ത ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തപ്പോൾ തിരിഞ്ഞു നോക്കാതിരുന്നവരാണ് ഇപ്പോ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്താണ് എന്ന് ഇലക്ഷനോട് അടുക്കുമ്പോൾ പറയുന്നതും ഒരു വിരോധാഭാസം തന്നെയാണ്. പക്ഷേ ഇതുപോലെ മറ്റു പോസ്റ്റുകളിലേക്ക് ഉണ്ടാവോ? ഒരിടത്തും നല്ല രീതിയിൽ പോസ്റ്റിംഗ് നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ കമ്പനി ബോർഡ് പോലുള്ള പോസ്റ്റുകൾ വളരെ നല്ല അവസരമാണെന്ന് പറയുന്നത്? ഡിഗ്രി ലെവൽ ആസ്പിറൻസിന് മുന്നിൽ വെറുതെയാണോ ഈ പോസ്റ്റുകളൊക്കെ ഇത്രയും മോശമായിട്ട് ഇവിടെ നിയമനങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജോലി ലഭിക്കും എന്നുള്ള വാഗ്ദാനത്തിൽ കൊണ്ടുവന്ന് തന്നത് എന്ന് വ്യക്തമാക്കേണ്ടതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നമുക്ക് നോക്കാം ഈ പോസ്റ്റുകളെ പറ്റി. പ്രത്യേകിച്ചും ഇതുപോലുള്ള സ്പെസിഫിക് പോസ്റ്റുകളിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ ഇപ്പൊ 8ഓളം നോട്ടിഫിക്കേഷനുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ അറ്റ് നാഷണൽ സേവിങ്സ് പോലുള്ള പോസ്റ്റുകളിലൊക്കെ ഇതുപോലെ നിയമനങ്ങൾ കുറവായേക്കാം. പക്ഷെ നമുക്ക് നല്ല നിയമനങ്ങളുള്ള പോസ്റ്റുകളും ഈ വട്ടം ഉണ്ട്. അത് വ്യക്തമായിട്ട് ക്ലാരിറ്റിയോട് കൂടെ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഇപ്പൊ നമ്മളുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. മറ്റേത് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു കാര്യമാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നുള്ള കാര്യം. നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒന്നാം റാങ്കുകാർക്ക് പോലും ജോലി കിട്ടാത്ത സാഹചര്യത്തില് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ അസിസ്റ്റന്റ്, ഗ്രേഡ് 2 എക്സെട്ര
KSFE, KSEB, KMML പോലുള്ള മികച്ച സ്ഥാപനങ്ങളിലേക്കായിട്ടുള്ള പോസ്റ്റുകളിൽ നോക്കുമ്പോൾ 1719 വരെയുള്ള റാങ്കുകൾക്കാണ് 2 വർഷം തികയുന്നതിന് മുൻപായിട്ട് അഡ്വൈസുകൾ പോയിട്ടുള്ളത്. ഇഴവ, ബില്ലവ, തീയ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 1731, ഷെഡ്യൂൾഡ് കാസ്റ്റ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 98 വരെ സപ്ലിമെന്ററി ലിസ്റ്റില്, ഷെഡ്യൂൾഡ് ട്രൈബ്സിലേക്ക് വരുമ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റിൽ 41 വരെ. ഇനി ഇവിടെ തന്നെ കുറച്ചും കൂടെ താഴ്ന്ന സ്ഥാപനങ്ങളിലേക്കുള്ള പോസ്റ്റുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ KSRTC, KLDB പോലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള പോസ്റ്റുകളിലേക്ക് നോക്കുമ്പോൾ 882 ടോട്ടൽ അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ 903 വരെ റാങ്ക് ഉള്ളവർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്, അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, ഇതൊക്കെ കഴിയാത്ത ലിസ്റ്റുകളാണ് അല്ലെ. കമ്പനി ബോർഡിന്റെ ഈ അടുത്ത് കഴിഞ്ഞ ലിസ്റ്റില്, അതായത് നമ്മുടെ മുന്നത്തെ ലിസ്റ്റ് വരുന്നതിന് മുൻപുണ്ടായിരുന്ന ലിസ്റ്റില്, അതായത് 2023 ജനുവരി മാസം 27 വരെ നിലവിലുണ്ടായിരുന്ന ലിസ്റ്റില് 3216 വരെ റാങ്ക് ഉള്ളവർക്കാണ് ജോലി ലഭിച്ചിട്ടുള്ളത്. ഇക്കാരണത്താലാണ് ഈ വട്ടത്തെ പരീക്ഷയ്ക്ക് ഏറ്റവും ക്ലാരിറ്റിയോടുകൂടെ പഠിക്കണം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള പോസ്റ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 339 വരെ മാത്രമാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. കമ്പനി ബോർഡ് വെച്ച് നോക്കുമ്പോൾ അവസരങ്ങൾ വളരെ കുറവ് തന്നെയാണ്. അവസരങ്ങൾ കുറവുള്ള പോസ്റ്റുകളും ഉണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റികളിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും പല യൂണിവേഴ്സിറ്റികളിലും താൽക്കാലിക ജീവനക്കാർ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. അതിനെപ്പറ്റി ഇപ്പൊ കേസുകളും മറ്റും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യ 200 റാങ്കുകളിലൊക്കെ എത്തുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ നടക്കാതെ, ആരുടെയും കാല് പിടിക്കാൻ നിൽക്കാതെ എത്രയും പെട്ടെന്ന് ജോലിയിൽ എത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നിങ്ങൾ അയ്യോ PSCക്കാർക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ പേടിച്ചു നിൽക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ ആകണമെങ്കിൽ ആദ്യ 200 റാങ്കുകളിൽ തന്നെ എത്താനായിട്ട് ശ്രമിക്കണം. ഈവൻ കമ്പനി ബോർഡിലാണെങ്കിൽ പോലും ഏറ്റവും മികച്ച റാങ്കുകളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെയും കാല് പിടിക്കേണ്ടി വരില്ല. ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ക്ലാരിറ്റിയോട് കൂടെ പഠിക്കാനായിട്ട് പറയുന്നത്. പലരും ഇപ്പോഴും പറയുന്നുണ്ട് പ്രിലിംസിന് ഹോട്ട് ടോപ്പിക്സ് തട്ടിക്കൂട്ടി പോയാൽ മതി, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്രയും തീർക്കുള്ളൂ. പക്ഷെ ഇത്രയും തീർക്കുന്നത് വെച്ചിട്ട് തന്നെ നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആവും. പ്രിലിംസ് ക്ലിയർ ആയി മെയിൻസിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ഇതേ കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ലിബറേറ്റ് ബാച്ചിൽ ഇപ്പൊ തന്നെ പോർഷൻസ് ഫെബ്രുവരിയിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകാറായി, പ്രിലിംസിന്റേതായിട്ടുള്ള പോർഷൻസ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നവരുടെ മുന്നിൽ നിങ്ങൾ മെയിൻസ് എങ്ങനെയാണ് 2 മാസത്തില് ഇതേ കാര്യങ്ങൾ തന്നെ ഓവർലാപ്പ് ആയി വരുമ്പോൾ നിങ്ങൾ കുറച്ച് ഹോട്ട് ടോപ്പിക്സ് മാത്രം പഠിച്ചു പോകുന്നവര് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് ക്ലാരിറ്റിയോട് കൂടെ പ്രോപ്പർ സിലബസ് കംപ്ലീഷനിൽ പഠിച്ചു പോകണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും മികച്ച ടെക്നോളജി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം പ്രെപ് ടുഗദർ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു തരുന്നത്. കേരളത്തിലെ ആദ്യത്തെ AI പവേർഡ് മെന്റർ ഡ്രിവൺ ലേണിംഗ് ആപ്പ് ആയിട്ടുള്ള പ്രെപ് ടുഗദർ ആപ്പ് വഴി. അപ്പോൾ അതിൽ ഇപ്പോൾ 90 ഡേയ്സ് ചാലഞ്ച് അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് 40 ദിവസങ്ങൾക്ക് അടുത്ത് കംപ്ലീറ്റ് ചെയ്യാറായിട്ടുണ്ട്. അവര് ഹാഫ് ഓഫ് ദ പോർഷൻസ് കവർ ചെയ്ത് തീർക്കാറുമായിട്ടുണ്ട്. നിങ്ങൾക്കായിട്ട് ഇനി പഠിച്ചു തുടങ്ങുന്നവർക്കാണെങ്കിലും മികച്ച രീതിയിൽ പഠിക്കാനായിട്ട് ഒരു 75 ഡേയ്സ് ബാച്ചും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. 75 ദിവസങ്ങളിൽ AI സഹായത്തോടു കൂടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ചിട്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റിന്റെ വക്കത്ത് പോയി കിടന്ന് നിങ്ങൾ അഡ്വൈസുകൾ കൊണ്ടുവരാനായിട്ട് കുറെ അധികം അപേക്ഷകളുമായി നടക്കാതെ ആദ്യത്തെ അഡ്വൈസിൽ തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കാനായിട്ടുള്ള ഒരു ബാച്ചാണത്. ഏറ്റവും മികച്ച രീതിയിൽ AI സഹായത്തോടു കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ പുഷ്പം പോലെ നേടിയെടുക്കാനായിട്ട് കഴിയും. ടെസ്റ്റിമോണിയൽസ് എല്ലാം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽസിലൊക്കെ അവൈലബിൾ ആണ്. ഇതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അതൊക്കെ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റും. നിങ്ങൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങണം. 75 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്ലാൻ ഞാൻ സെറ്റ് ചെയ്ത് തരാം. നിങ്ങൾ താഴെ പറഞ്ഞാൽ മതി. നമ്മുടെ 90 ഡേയ്സ് ചാലഞ്ച് ഒക്കെ ഫ്രീ ആയിട്ടാണ് റൺ ചെയ്യണത്. സെഷൻസിനും നോട്ട്സിനും മാത്രമാണ് പ്രത്യേകം ഫീസ് ഉള്ളത്. നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഫ്രീ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം ഒരു സ്റ്റഡി പ്ലാനിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവര് 75 ഡേയ്സ് എന്ന് താഴെ കമന്റ് ചെയ്യുക. പിന്നെ ടെൻഷനും ആൻസൈറ്റിയും ഉണ്ടായിരുന്നവരൊക്കെ കണ്ടല്ലോ, വ്യക്തമായിട്ട് അഡ്വൈസുകൾ തന്നെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നല്ലോ. ഇനി മികച്ചതായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ടോപ്പ് 100 ടോപ്പ് 200 റാങ്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്.
കമ്പനി ബോർഡിലൊക്കെ നോക്കുമ്പോൾ ടോപ്പ് 500 എത്തിപ്പോയാൽ പോലും നിങ്ങൾ ആദ്യത്തെ വർഷത്തിൽ തന്നെ ജോലി ഉറപ്പാണ്. അടിപൊളിയായിട്ട് പഠിക്കുക. ബാക്കി നാട്ടുകാർ എന്ത് പറഞ്ഞാലും ഇതൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുക. ഇവിടുത്തെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് വെക്കുക. എന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക. കണ്ടില്ലേ, അവിടുത്തെ പോലെയല്ല, ഇവിടെ പ്രോപ്പർ ആയിട്ട് നിയമനങ്ങൾ നടക്കുന്നുണ്ട്, ഞാൻ പഠിച്ചു നേടിയിരിക്കും. നിങ്ങളതേ കാത്തിരുന്നോ, 2 വർഷത്തില് എന്റെ ജോലി നിങ്ങൾ കണ്ടിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ അവരോട് പറയാ. അടിപൊളിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ്സിൽ ചോദിക്കാം കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ.